നമഃശിവായ മന്ത്രജപത്തിനെ പറ്റി ഞാൻ 2-3 വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് നമഃശിവായ മന്ത്രജപത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി അതെങ്ങനെ ജപിക്കണം എന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ. ഇത് ഞാൻ ജപിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത് ജപിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് കിട്ടുന്ന ഒരു കഴിവല്ല ഇത് നമ്മുടെ തുടർച്ചയായിട്ടുള്ള ആ ഒരു മന്ത്രജപത്തിലൂടെ നമ്മൾക്ക് അനുഭവമാകുന്ന ഒരു കാര്യമാണിത്. ഒരു സിദ്ധി എന്ന് വേണേൽ കരുതാം, അതാണിത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, അതേ രീതിയിൽ നിങ്ങളൊന്ന് ജപിച്ച് നോക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ആ നമഃശിവായ മന്ത്രം ജപം തുടങ്ങുന്നവരാണെങ്കിൽ കാലക്രമേണ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഉണർവ് അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഓം നമഃശിവായ മന്ത്രം ചൊല്ലാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കുള്ളിൽ പോകാം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളാണിപ്പോൾ അല്ലേ, ഒരുപാട് ആശങ്കകളാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും ലളിതമായ ഒരു നിധിയാണ് ഈ ഓം നമഃശിവായ മന്ത്രജപം എന്ന് തന്നെ പറയാം. ഈ 5 അക്ഷര മന്ത്രം ഒരു നിധി തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം എന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മൾക്ക് ഈ തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ നമ്മളെങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കുന്നത്, നമ്മളെങ്ങനെയാണ് ഈ മന്ത്രം ചൊല്ലുന്നത്? രാവിലെ കുളിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കണമല്ലോ എന്ന് കരുതി വെറുതെ ഒരു കടമ തീർക്കുവാൻ വേണ്ടി 5 തവണ വേഗത്തിൽ ചൊല്ലി തീർക്കും. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 108 തവണ ചൊല്ലണം എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യസാധ്യം നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് മുഴുവൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ചുണ്ടുകൾ മാത്രം ഒരു യന്ത്രം പോലെ നമഃശിവായ നമഃശിവായ എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഒരു ആത്മീയ ഫലം കിട്ടുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ഏതൊരു മന്ത്രമാണെങ്കിലും നമ്മൾ എത്ര തവണ ചൊല്ലുന്നു എന്ന ആ എണ്ണത്തിലല്ല കാര്യം. നമ്മൾ അത് എങ്ങനെ ചൊല്ലുന്നു, അത് എന്ത് ഭാവത്തോടെയാണ് നമ്മളത് ചൊല്ലുന്നത്, അതിലാണ് കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നമഃശിവായ മന്ത്രത്തിന് പിന്നിലുള്ള ഒരു ആഴമേറിയ ഒരു സത്യം, ഒരു രഹസ്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ നമഃശിവായ എന്ന 5 അക്ഷരങ്ങൾക്ക് പിന്നിലുള്ള പ്രപഞ്ച രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. നമഃശിവായ മന്ത്രം ജപിച്ചാൽ നമുക്ക് കഷ്ടം തീരും, നമുക്ക് ജീവിതം മാറും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് കരുതി ആ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരം പോലും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ 5 അക്ഷര മന്ത്രവും ആ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ന എന്ന അക്ഷരം ഭൂമിയെയും, മ എന്ന അക്ഷരം ജലത്തെയും, ശി എന്ന അക്ഷരം അഗ്നിയെയും, വ എന്ന അക്ഷരം വായുവിനെയും, യ എന്ന അക്ഷരം ആകാശത്തെയുമാണ് കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മന്ത്രം കൃത്യമായി ഉച്ചരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഊർജത്തെയും നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും നമ്മൾ സമനിലയിലാക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ആത്മീയമായി ഇതിന് അതിമനോഹരമായ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മറയ്ക്കൽ ശക്തിയാണ്. മ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മായയാണ്. ശി എന്നാൽ പരമശിവൻ അഥവാ ആ പരമമായ പ്രകാശമാണ്. വ എന്നാൽ ഭഗവാന്റെ കരുണ അല്ലെങ്കിൽ അനുഗ്രഹശക്തി. യ എന്നാൽ ജീവാത്മാവായ നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ മന്ത്രം പൂർണ്ണ മനസ്സോടെ ചൊല്ലുമ്പോൾ, ഏകാഗ്രതയോടെ ചൊല്ലുമ്പോൾ, ഭഗവാനെ ഈ ലോകമായയിൽ നിന്നും, എൻ്റെ അഹങ്കാരത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് നിൻ്റെ കരുണയാൽ നിൻ്റെ പാദങ്ങളിൽ എന്നെ ചേർത്തണയ്ക്കണേ എന്ന് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആഴത്തിലുള്ള അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾക്കറിയാതെ തന്നെ ഉള്ളിലൊരു ഭക്തി ഉണ്ടാകും.
ഒരു ഭക്തി നിറയും, കണ്ണുകൾ നിറയും. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചറിയേണ്ട സത്യങ്ങളാണ്. ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരവും മനസ്സും ഒന്ന് റിലാക്സ് ചെയ്യണം. അതെങ്ങനെയാണ്? എനിക്കിന്ന് ഓഫീസിൽ പോകാൻ ലേറ്റാകും, എനിക്ക് ജോലി തിരക്കാണ്, എനിക്ക് ആ ജോലി ബാക്കിയുണ്ട്, എനിക്ക് ഇവിടെ പോകേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ട് എന്നൊക്കെയുള്ള ചിന്തകളെ ഒരു 10 മിനിറ്റത്തേക്ക് നിങ്ങൾ ദൂരേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ശാന്തമായ ഒരിടത്ത് നേരെ നിവർന്നിരിക്കുക. നിലത്തിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു കസേരയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യപ്രദമായിരിക്കാൻ പറ്റുന്നത് അതേപോലെ ഇരിക്കുക. കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഒരു പരിധിവരെ ശാന്തമാകും. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. പല ദിവസങ്ങളിലൂടെ ഉള്ള നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് കൈവരിക്കാവുന്ന നേട്ടമാണിത്. ഒരു ദിവസം ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിന് സമയം ചിലവഴിച്ചാൽ മതി. അങ്ങനെ കാലക്രമേണ സമയദൈർഘ്യം കൂട്ടിയെടുക്കാം. അപ്പോൾ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ വരും. അതിനുശേഷം ഈ നമഃശിവായ എന്ന വാക്ക് ഒട്ടും ധൃതിയില്ലാതെ ഓരോ അക്ഷരത്തിനും ജീവൻ നൽകിക്കൊണ്ട് പതുക്കെ ഉച്ചരിക്കാൻ തുടങ്ങണം. ന എന്ന് തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടിവയറ്റിൽ നിന്ന്, അതായത് മൂലാധാര ചക്രത്തിൽ നിന്നും ആ സ്പന്ദനം വരണം, അനുഭവിക്കാൻ പറ്റണം. മാ എന്ന് പറയുമ്പോൾ അത് മണിപൂരക ചക്രത്തിലേക്ക് വരണം. ശി എന്ന് പറയുമ്പോൾ അനാഹതം എന്ന ഹൃദയഭാഗത്തും, വ എന്ന് പറയുമ്പോൾ വിശുദ്ധി എന്ന തൊണ്ടക്കുഴിയിലും, യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പുരികങ്ങൾക്കിടയിലുള്ള ആജ്ഞാചക്രത്തിലും ആ കമ്പനം, അതായത് ആ വൈബ്രേഷൻ എത്തണം. ഇങ്ങനെ ഓരോ അക്ഷരത്തെയും പതുക്കെ നമ്മുടെ ശരീരത്തിലെ ആത്മീയ ചക്രങ്ങളിലേക്ക് നയിച്ച് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദൈവിക വൈബ്രേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. അതനുഭവിക്കാൻ സാധിക്കും. പതുക്കെ കണ്ണുകളടച്ച് ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞ ആ മുഖമോ അല്ലെങ്കിൽ ഒരു പ്രകാശവലയമോ മനസ്സിൽ ധ്യാനിച്ച് ഉള്ളൊരുകി ഈ മന്ത്രം നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക. വിളക്ക് പോലും നിങ്ങൾ കത്തിക്കേണ്ട ആവശ്യമില്ല. ആ മനസ്സിൽ ആ പ്രകാശവലയം നിങ്ങൾ കാണുക. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ശാന്തത അത് മറ്റെവിടെയും കിട്ടാത്ത ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പലരുടെയും മനസ്സിലുള്ള ഒരു വലിയ സംശയമാണ്, ഇതിനായി ഞാൻ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ വലിയ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ഞാൻ പാലിക്കണോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഭഗവാന് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ് വേണ്ടിയത്. അവൻ നമ്മളിൽ നിന്നും യാതൊരുവിധ ആഡംബരങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. പലരും ഈ 3 മണിക്കും ഒക്കെ താനെ ഉറക്കമുണരുന്നവരുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് എൻ്റെ വേറെ എന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് ഉറക്കം നഷ്ടമാകുന്നത്, എനിക്ക് തുടർച്ചയായിട്ട് ഉറക്കമില്ല സമയങ്ങളിൽ ഞാൻ രാവിലെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് ഞാൻ ചുമ്മാതെ TV കണ്ട് കിടക്കുകയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം നിങ്ങളെ അലേർട്ട് ചെയ്യുകയാണ്, പ്രപഞ്ചം നിങ്ങളെ ഉണർത്തുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഭഗവാനെ സ്മരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ രാവിലെ ഉണർന്ന് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കിടക്കയിൽ കിടക്കുമ്പോഴോ നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ഈ മന്ത്രം ഉരുവിടാം. ഇനി പറയുകയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ മനസ്സുകൊണ്ട് ഇത് ചൊല്ലാം. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ഭയം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതി കരച്ചിൽ വരുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ശബ്ദമുണ്ടാക്കി ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പോലും കണ്ണുകളടച്ച് മനസ്സേകാഗ്രമാക്കി നമഃശിവായ എന്നൊരു 10 തവണ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഭാരമെല്ലാം ഇറങ്ങിപ്പോകും. വലിയൊരു ആശ്വാസവും വലിയൊരു സുരക്ഷിതത്വ ബോധവും അനുഭവപ്പെടും നമ്മൾക്ക്. ഈ മന്ത്രം നമ്മൾ തുടർച്ചയായിട്ട് ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലെ അഹങ്കാരവും ദേഷ്യവും അസൂയവും ഇതെല്ലാം പതുക്കെ ഉരുകിത്തീരുന്നതായിട്ട് നമ്മൾക്കറിയാം. കാരണം ഈ ഓം നമഃശിവായ എന്ന മന്ത്രം ഇത് വെറും വാക്കല്ല, ഇതൊരു ആത്മീയമായ ശുദ്ധീകരണമാണ്.
ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം വെറും ഒരു സാക്ഷിയായി നോക്കിക്കാണാനുള്ള ഒരു ആത്മീയ പക്വതയും വ്യക്തമായ ബുദ്ധിയും ഈ മന്ത്രം നമ്മൾക്ക് നൽകും. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ മന്ത്രം എന്നുള്ളത് നമ്മൾ വെറും ചുണ്ടുകളിൽ മാത്രം വന്നു പോകുന്ന ഒന്നല്ല. അത് നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരേണ്ട ഒരു വികാരമാണ് ഭക്തി എന്നത്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ നമഃശിവായ മന്ത്രം ചൊല്ലുമ്പോൾ വെറും ഒരു കടമയ്ക്ക് ചൊല്ലാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആത്മീയമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പതുക്കെ ആ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരയുന്ന ആ സമാധാനവും ആ സന്തോഷവും വ്യക്തമായ ഒരു വഴിയും, നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന ആ ഒരു വഴി, അതെല്ലാം നിങ്ങളെ തേടി തീർച്ചയായിട്ടും വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കി മാറ്റിയിട്ട് നിങ്ങൾക്കുണ്ടായ ആ പോസിറ്റീവ് മാറ്റം, നിങ്ങളുടെ അനുഭവം എന്നോട് കമൻസിൽ പങ്കുവയ്ക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യണം. വീണ്ടും അടുത്തൊരു നല്ല ആത്മീയ വീഡിയോയുമായി നിങ്ങളെ കാണാം. നന്ദി, നമസ്കാരം.